ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ തുടരും കാണാൻ പോകണമെന്നുണ്ട്. അതിനുള്ള പരിപാടിയാണ്. കാറ് മുഴുവൻ ചെളിയാണ്, കുറേ നാളായിട്ട് വെളിയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കണം. നമ്മുടെ യാമിച്ചന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കഴുകൽ തുടങ്ങി. കുറേ പണിയാണ് കേട്ടോ. മൊത്തം ചെളിയാണ്. ഈ തേക്കിൻ്റെ അടിയിൽ കിടന്നേ, ഈ തേക്കിൻ്റെ ഈ മറ്റേ ഒരുതരം പുഴുണ്ടല്ലോ, അത് മുഴുവൻ വീണ് കിടക്കുക. അത് മുഴുവൻ ഞാൻ ഒരു വിധത്തിൽ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ വണ്ടി കഴുകി കുട്ടപ്പനാക്കി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഫുൾ കഴുകി റെഡിയാക്കി. ഇനി നമുക്ക് സിനിമയ്ക്ക് പോകണം. 11 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനിപ്പുറം അവിടെ ചെല്ലണം. നമ്മൾ പത്തനംതിട്ട നോക്കിയാൽ ഫുള്ള് ഫില്ലായി കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കോന്നി നോക്കി. കോന്നി അതിൻ്റെ അടുത്ത് തന്നെയല്ലേ, കോന്നി എലിയിറക്കല്ലേ, നമ്മുടെ കോന്നി ശാന്തി. അവിടെയാണ് ഞാൻ മിക്കവാറും പടത്തിന് പോകുന്നത്. കാര്യം നല്ല പടമൊക്കെ പത്തനംതിട്ട ഫുള്ളായിരിക്കും. പക്ഷെ അങ്ങോട്ട് പോകും. അവിടെ വലിയ കുഴപ്പമില്ല. RGB ലേസർ പ്രൊജക്ഷനൊക്കെയാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ 3 പേര് നേരത്തെയും കയറി. ഞാൻ, അമ്മ, അനിയത്തി, കുഞ്ഞ്, ഞങ്ങൾ 3 പേര് നേരത്തെ കയറി. വൈഫ് വീട് പൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം 11 മണിക്ക് പടം തുടങ്ങും. നമുക്ക് അപ്പം എത്രയും വേഗം ഇവിടുന്ന് പോകണം. ഹായ് ഗൈസ്, ഞങ്ങൾ തുടരും സിനിമ കാണാൻ പോവുകയാണ്. ഈ കേരളത്തിലുള്ള എല്ലാവരും കണ്ടെന്നറിയാം. പക്ഷേ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ചില ജോലി തിരക്കൊക്കെ കാരണമേ പോകാൻ പറ്റിയില്ല. പിന്നെ മെയിൻ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് ഭയങ്കര ബുക്കിംഗ് ആയിരുന്നു. നമുക്ക് നോക്കിയിട്ടൊന്നും ടിക്കറ്റ് കിട്ടിയേ ഇല്ല. അങ്ങനെ ഒടുവിൽ ഇന്ന് ടിക്കറ്റ് കിട്ടി. അപ്പോൾ ഇന്ന് പോവുകയാണ്. കോന്നി ശാന്തിയിലാണ് പോകുന്നത്. കാണാൻ പോവാ ഞങ്ങള്. ഗായ്സ്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. റാന്നിയിൽ നിന്ന് കുമ്പഴ വഴി നമ്മൾ കോന്നിക്ക് പോവാണ്. കുമ്പഴ പത്തനംതിട്ട വഴി കോന്നിക്ക് പോവാണ്. ഈ റോഡ് കണ്ടോ? ഈ റോഡെന്ന് പറയുന്നത് നേരത്തെ ഇതിൻ്റെ പകുതി പോലും ഇല്ലാത്തൊരു റോഡായിരുന്നു. ഈ റോഡ് വന്നിട്ട് ഏകദേശം ഒരു 3-4 വർഷം ആയതേ ഉള്ളൂ. ഇത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണ്. പുനലൂരും തുടങ്ങി മൂവാറ്റുപുഴ വരെ പോകുന്ന ഹൈവേ ആണ്. ഇത് നമുക്ക് ഇതുപോലെ ഒഴിവ് സമയങ്ങളിൽ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ സിനിമയ്ക്കും അല്ലെങ്കിൽ ചെറിയ കറക്കത്തൊക്കെ പോകണം ഫാമിലിയായിട്ട്. ഒരു പ്രത്യേക സുഖമാണ്. കാറിലാകുമ്പോൾ ഇതുപോലെ 3-4 പേര് കൂടി നമുക്ക് വർത്തമാനം പറഞ്ഞ് പോവാം. ബസ്സിലാണെങ്കിൽ സൈഡ് സീറ്റിൽ ഇരുന്ന് കാഴ്ചകളെ കണ്ട് പോവാമെങ്കിലും, പക്ഷേ ഇതുപോലെ നമുക്ക് സംസാരിച്ച് പോകാനുള്ള ഫ്രീഡം ബസ്സിനൊക്കെ കൂടുതൽ കാറിനാണ് കിട്ടുന്നത്. ഈ റോഡ് നേരെ പോകുന്ന പത്തനംതിട്ടയിലേക്കാണ്. ഇടത്തോട്ട് പോകുന്ന റോഡ് കണ്ടോ? ഇടത്തോട്ടൊരു ആർച്ച് വെച്ചിട്ടൊരു ബോർഡ് കണ്ടോ? അത് നമ്മുടെ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിലോട്ട് പോകുന്ന ഷോർട്ട് കട്ടാണ്. അതുവഴി നമ്മൾ നേരെ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൽ ചെല്ലാം. ഈ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പരിസര പ്രദേശങ്ങൾ മുഴുവൻ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഭാഗമാണ്. 2 മലകളുടെ നടുക്കൂടാണ് ഈ റോഡ് പോകുന്നത്. നേരത്തെ ഈ റോഡിന് ഇത്രയും വീതിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. വണ്ടി ഓടിച്ചു പോകാനൊക്കെ, ഒരു വണ്ടിക്ക് തന്നെ കഷ്ടിച്ച് പോകാനോ എടുക്കാനൊക്കെ ഉള്ള സ്ഥലമുള്ളായിരുന്നു. ഇപ്പോൾ കാണോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ 2 സൈഡുകൾ നോക്കി നല്ല പച്ചപ്പാർന്ന മലനിരകളാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ആണെങ്കിൽ തന്നെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഇതുവഴിക്ക് വരുന്നത് മനസ്സിന് നല്ല കുളിർമ തരും. ഈ ഒരു റേഞ്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ വാഗമൺ റൂട്ട് അല്ലെങ്കിൽ ഇടുക്കി തൊടുപുഴ റൂട്ടൊക്കെയാണ് നമ്മുടെ മനസ്സിലോട്ട് എത്തുന്നത്. പക്ഷേ ഇതൊന്നുമല്ല, ഇത് പത്തനംതിട്ട റൂട്ടാണ്. നമ്മുടെ തുടരും സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ ഈ ഭാഗത്തൊക്കെയാണ്. റാന്നി, എരുമേലി, പെരുന്നാട്, ആ റൂട്ടിലൊക്കെയാണ് ചിത്രീകരിച്ചത്. നമ്മുടെ റാന്നി തോട്ടമൺകാവ് ദേവീക്ഷേത്രം, പിന്നെ എരുമേലി കാഞ്ഞിരപ്പള്ളി റൂട്ട് എരുമേലിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന റോഡ്, വാവരുപള്ളിയുടെ ആ ജംഗ്ഷൻ, അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഏകദേശം മൈലപ്ര ആകാറായി. നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കയറും. പണ്ടത്തെ പടങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഈ തുടരുമെന്ന് പറഞ്ഞ സിനിമ വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ പഴയ ഒരു സിനിമയുണ്ടല്ലോ, പഴയ ചില സിനിമകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമയാണെന്ന് പറയുന്നത് കേട്ടത്. നമ്മൾ ഈ മോഹൻലാൽ, അതായത് ലാലേട്ടനെ നമ്മൾ ഈ കോട്ടിട്ടോ അല്ലെങ്കിൽ ഭയങ്കര അതിമാനുഷികനായിട്ടൊക്കെ കാണുന്നതൊക്കെ നല്ലത് നമുക്കിതുപോലെ തമാശയൊക്കെ പറഞ്ഞ് വന്ദനത്തിലെ അല്ലെങ്കിൽ ഈ ഓട്ടയെ പോലെയൊക്കെ തമാശയൊക്കെ പറഞ്ഞ് നമ്മളിൽ ഒരാളായി നിൽക്കുന്ന ലാലേട്ടനെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ എംപിആർ തന്നെ കോട്ടൊക്കെ ഇട്ട് വേറൊരാളായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്യ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കണ്ടു കഴിഞ്ഞാലൊന്നും നമുക്ക് മലയാളികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ എല്ലാ ടൈപ്പ് ജോണറും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് കൂടുതലും ഇതുപോലുള്ള ലാലേട്ടനെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ തരുൺമൂർത്തി പറഞ്ഞ പോലെ തന്നെ സ്ലീപ്പ്
അതെ, സ്ലീപ്പിംഗ് വ്യൂവേഴ്സ്, അതായത് നേരത്തെ സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ സിനിമയ്ക്ക് പോകാത്ത വ്യൂവേഴ്സ്, അങ്ങനെയുള്ളവരെ ഇറക്കണം. അതാണ് പുള്ളിയുടെ ഉദ്ദേശമെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അത് തികച്ചും ഈ സിനിമയ്ക്കകത്ത് സാധിച്ചിട്ടുണ്ട്. കാര്യം പണ്ട് മോഹൻലാലിൻ്റെ സിനിമ സ്ഥിരമായിട്ട് കണ്ടിട്ട് ഇപ്പോഴത്തെ സിനിമയായിട്ട് യാതൊരു രീതിയിലും യോജിച്ച് പോകാൻ സാധിക്കാതെ യാതൊരു രീതിയിലും മനസ്സിലാകാതിരിക്കുന്ന ചില പ്രേക്ഷകരുണ്ട്. അങ്ങനെയുള്ള ഫാമിലി ഓഡിയൻസ് ഈ പടം കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒരുപാട് പടങ്ങൾ കുറേ നാളായിട്ട് പൊട്ടി ബോംബായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് ഹൈപ്പും ഒക്കെ ആയിട്ട് ഇറക്കും. ലാസ്റ്റ് തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് അതൊരു ദുരന്തമായി മാറും. അങ്ങനെയുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയിലാണ് പിന്നെ എമ്പുരാൻ്റെ ഒരു വിവാദം വന്നായിരുന്നല്ലോ, തീവ്രവാദികളുടെ ഒരു വിഷയമൊക്കെ വന്നിട്ട് അങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന സമയത്താണ്, അവരുദ്ദേശിച്ച പോലെ ഒന്നും അതിനുള്ള റിസൾട്ട് കിട്ടാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ തുടര് ഇറങ്ങുന്നത്. അതോടുകൂടി മോഹൻലാലിനൊരു സ്പേസ് കിട്ടി, ഒരു 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 ശ്വാസം വിടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പൃഥ്വിരാജിന് ഇതുപോലെ ഏതെങ്കിലും സിനിമ അഭിനയിക്കുകയോ അല്ലെങ്കിൽ സംവിധാനം ചെയ്താലേ പൃഥ്വിരാജിന് ആ ഒരു ഇതിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ പത്തനംതിട്ട കുമ്പഴ എത്തി ഗൈസ്. ഈ കുമ്പഴയുടെ കാര്യമൊക്കെ നമ്മുടെ തുടരുന്ന സിനിമയ്ക്കകത്ത് പറയുന്നുണ്ടെന്നാണ് കണ്ട പ്രേക്ഷകർ പറയുന്നത്. ഉണ്ട്, ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലേക്ക് പോകാം, വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ പത്തനംതിട്ട ടൗണിലേക്ക് പോകാം. കണ്ടോ, മലയാളപ്പുഴ ദേവീക്ഷേത്രം. മലയാളപ്പുഴ ദേവീക്ഷേത്രത്തെ ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ പരിപാടികളാണ്. ഈ കഴിഞ്ഞ മാസമായിരുന്നു ഉത്സവം നടന്നത്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഗാനമേളയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഗായ്സ്, ഈ റോഡ് നേരെ പോകുന്ന പുനലൂരാട്ടോ. പുനലൂർ വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തെങ്കാശിക്കൊക്കെ പോകാൻ പറ്റും. തമിഴ്നാട് റൂട്ട് പിടിക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാമിൻ്റെയൊക്കെ ഒരു ഹോട്ടലൊക്കെ ഉള്ള റഹ്മത്ത് എന്നൊക്കെ പറഞ്ഞു, അവിടെ പോയി ഞങ്ങൾ നേരത്തെ പൊറോട്ടയൊക്കെ കഴിച്ചിട്ടുണ്ട്, പൊറോട്ടയും ചിക്കനും ഒക്കെ. ഈ നല്ല നല്ല മലയാള സിനിമകൾ ഇറങ്ങണം. ഈ കുറച്ച് കാലമായിട്ട് നല്ല പടങ്ങളൊന്നും ഇറങ്ങുന്നില്ല. കുറേ പുതിയ ന്യൂജൻ സിനിമകളാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്. നമുക്ക് തീരെ യോജിച്ച് പോകാൻ പറ്റാത്ത സിനിമകളൊക്കെയാണ് ഇറങ്ങുന്നത്. പത്തനംതിട്ട ഞാൻ ആദ്യം നോക്കി കേട്ടോ, പത്തനംതിട്ട ട്രിനിറ്റിയിലൊക്കെ ഞാൻ നോക്കി. പക്ഷേ അവിടെ ഫുള്ള് നല്ല പടങ്ങളൊക്കെയാണ്, ഫുള്ള് ബുക്കിംഗ് ആയിരിക്കും, നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് നമ്മുടെ കോന്നി ശാന്തിയിൽ കണ്ടത്. അവിടെ സീറ്റുണ്ട്. അങ്ങനെയാണ് കോന്നി ശാന്തിയിലേക്ക് പോകുന്നത്. കാണോ, നമ്മൾ കോന്നി എത്തി. കോന്നി കാണോ, ചെങ്കോട്ട ഇത്ര കിലോമീറ്റർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ കോന്നി എലിയിറക്കിലാണ് നമ്മുടെ ഈ തിയേറ്റർ. ഇനിയിപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ പോകാം, കോന്നി മെഡിക്കൽ കോളേജ്. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോന്നി ആനക്കൂട്ടിലേക്ക് പോകാം. ആനക്കൂട്ടിൽ പോയിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട്. ഗെയ്സ്, നിങ്ങൾ ഈ തുടരും കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തണം കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു സന്തോഷ് വർമ്മ എന്ന് പറഞ്ഞ ആൾ നല്ല അഭിനയമാണെന്ന് പറഞ്ഞു കേട്ടോ, വില്ലൻ. പോയി എന്തായാലും നോക്കാം. പിന്നെ ബിനു പപ്പുവിൻ്റെ കാര്യവും ആളുകളിങ്ങനെ പറയുന്നത് കേട്ടു, നല്ല അഭിനയമാണെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, നല്ല വ്യൂ ആണ് ഈ റോഡിൽ നിന്ന്. കണ്ടോ, ഒരു പാറ കാണുന്നത് കണ്ടോ. ഈ പാറയുടെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കോന്നി ഈ ഭാഗം മുഴുവൻ കാണാം. അത്രയ്ക്ക് ഹൈറ്റിലാണ് നിൽക്കുക. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് അത്ര അറിയാൻ പറ്റത്തില്ല, പക്ഷേ നല്ല ഹൈറ്റിലാണ് ആ പാറ ഇരിക്കുന്നത്. ഈ 11 മണിക്ക് ഷോ. നമ്മളൊരു 10:25 വീട്ടിൽ ഇറങ്ങിയത്. എന്തായാലും ഏകദേശം അടുക്കാറായി. സിനിമകൾ ഇറങ്ങുന്ന നല്ല സിനിമകളെല്ലാം കാണുമെന്ന് വിചാരിക്കും, പക്ഷേ ടൈം അങ്ങോട്ട് കിട്ടുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ടൈം കിട്ടിയത്. അല്ലാത്തപ്പോൾ നമുക്ക് തിരക്കും കാര്യങ്ങളും ജോലിയൊക്കെ ഉള്ളതുകൊണ്ടേ ആ ഒരു രീതിയിലായിരിക്കും. ഗായ്സ്, തിയേറ്റർ എത്തി കേട്ടോ. നമ്മൾ ഈ ഇടത്ത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കോന്നി ശാന്തി തിയേറ്റർ. ഇത് ചില സമയങ്ങളിൽ ഓഡിറ്റോറിയമായിട്ടൊക്കെ അവർ ഉപയോഗിക്കുന്ന കാണാം. പക്ഷേ ചില സമയങ്ങളിലല്ല, മിക്കവാറും ഭൂരിഭാഗം സമയങ്ങളും തിയേറ്റർ തന്നെയാണ്. ചില സമയങ്ങളിലേ ഉള്ളൂ ഇവരിത് ഓഡിറ്റോറിയമായിട്ട് ഉപയോഗിക്കുന്നത്. കൊള്ളാം. RGB ലേസർ പ്രൊജക്ഷനും കാര്യങ്ങളും, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും. ബാൽക്കണി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതിന് കാണാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറയാം. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്, വണ്ടിയൊക്കെ കിടപ്പുണ്ട്. എവിടെയെങ്കിലും തണലത്ത് ഒതുക്കി ഇട്ടിട്ട് വേണം പോവാൻ. വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് മുഴുവൻ ചൂടായിരിക്കും.
അങ്ങനെ പടം തുടങ്ങി ഫ്രണ്ട്സ്. ഈ ബാൽക്കണി ആയതുകൊണ്ട് അത്യാവശ്യം നല്ലതായിട്ട് കാണാം, നേരെ സ്ട്രൈറ്റ് ആയിട്ട് കാണാം. ഞാൻ കൂടുതൽ സെൻട്രൽ സീറ്റാണ് എടുക്കുന്നത്, അതാകുമ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ ഇരുന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും. അല്ലാത്ത സീറ്റ് ചെയ്താൽ അത്ര എഫക്റ്റ് കിട്ടത്തില്ല. പടം തുടങ്ങി ഗൈസ്, കൊള്ളാം. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കൊള്ളാം, രസമുണ്ട്. വെറൈറ്റി ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്, ഒരു കാടിൻ്റെ പശ്ചാത്തലമൊക്കെ ആയിട്ട് ഇങ്ങനെ. തുടരും, ലാലേട്ടൻ തുടരും. ഫ്രണ്ട്സ്, അപ്പോൾ തുടരും കണ്ടു. വളരെ മികച്ചൊരു പടമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട വില്ലനാണ്. നമ്മുടെ പഴയ NF വർഗീസിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വില്ലനാണ്. ഡയലോഗ് ഡെലിവറിയും സ്വാഗതവും എല്ലാം NF വർഗീസിനെ നമ്മൾ ഓർത്തു പോകും. പിന്നെ അതുപോലെ തന്നെ ബിനു പപ്പു, ചൊറിയനായിട്ടുള്ളൊരു കഥാപാത്രം, ചൊറിയൻ SI വളരെ മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹൻലാലിനെ കൊണ്ട് കോട്ടിടിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് മാസ് ഡയലോഗുകൾ പറയിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പഴയ തനതായ രീതിയിലുള്ള സ്വാഗും കാര്യങ്ങളും ആ തമാശ വൃത്തിലും ഒക്കെ കണ്ട പഴയ ചില ചിത്രങ്ങളിലേക്ക് നമ്മുടെ മനസ്സറിയാതെ പോയി വന്നു. ഇങ്ങനെയുള്ളൊരു സിനിമ എല്ലാവരും കണ്ട് വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തു. നമ്മളെ റാന്നിയിലാണ് ഈ പടത്തിൻ്റെ എല്ലാ മിക്കവാറും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ തൊടുപുഴയിലും റാന്നി പാലം, അമ്പലം, പിന്നെ എരുമേലി, വാവരുപള്ളിയുടെ ആ ഭാഗം എല്ലാം ഇതിനകത്ത് മിന്നി മറയുന്നുണ്ട്. എന്തുവാണെങ്കിലും ഒരു ചെറിയ പടം ലോ ബഡ്ജറ്റ് എടുത്ത് എങ്ങനെ വിജയിപ്പിക്കാമെന്ന് തരുൺ മൂർത്തി നമുക്ക് കാണിച്ചു തന്നു. സിനിമയാണ്. പണ്ട് ഇവിടെ കണ്ടു മറന്ന മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടിയ പോലെ നമ്മുടെ ഈ കുമ്പഴ, പെരുന്നാട്, റാന്നി എന്നുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പം, പടത്തിനകത്ത് കാണുമ്പോഴും ആ ഡയലോഗിൽ വരുമ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം. ഞങ്ങളുടെ ഏരിയയിലൊക്കെ പിടിച്ച പടമാണ്. നിങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. നമ്മുടെ നാടും എന്തുവാ നമ്മുടെ ഒരു നമ്മുടെ സ്ഥലങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ താന്നേക്കാർ എന്ന നിലയിൽ നമുക്കൊരു എന്താ പറയുക, മനസ്സിലൊരു കുളിർമ. പടം നല്ല സിനിമയാണ്. നമ്മുടെ റാന്നിപ്പാലം ഒക്കെ അവിടെ കാണാൻ പറ്റും. നമ്മുടെ സ്ഥാപിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. റാന്നി കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖം. പെരുന്നാട്, ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങൾ. നമുക്ക് പണ്ട് തൊട്ടേ കണ്ടും കേട്ടും പോയും പരിചയപ്പെട്ട സ്ഥലങ്ങളായിട്ട് ഭയങ്കര സന്തോഷം. അപ്പം ഇനിയും റാന്നി ബന്ധപ്പെട്ട സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ഡയറക്ടേഴ്സ് റാന്നി ചൂസ് ചെയ്യട്ടെ. ഓക്കെ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.